ഹായ് ഹലോ നമസ്കാരം. ബാലഭാസ്കർ കുറെ നാളുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് ബാലഭാസ്കറിനെ പറ്റി ഒരു വീഡിയോ വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബാലഭാസ്കറിന്റെ അമ്മയുടെ കുറെ ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ ജീവിതം തികച്ചും പരാജയമായിരുന്നു എന്നുള്ള രീതിയിൽ ഈ അമ്മ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം പുള്ളി ഉള്ള കാലത്തോളം, ജീവിച്ചിരുന്ന കാലത്തോളം പുള്ളിയുടേതായ ഒരു കയ്യൊപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും, പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഇന്നും ബാലഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സങ്കടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അപകട മരണവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ സങ്കടം തന്നെയാണ് ഓരോ മലയാളിക്കും. അതിന്റെ പിന്നിൽ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്തായാലും ബാലഭാസ്കറിന്റെ അമ്മ ഇതിനെപ്പറ്റി, അതായത് ബാലഭാസ്കറിന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ബാലുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ ഞെളിഞ്ഞു നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും. എന്നുവെച്ചാൽ വെട്ടിപ്പിടിച്ചു, എന്തൊക്കെയോ കിട്ടി, നല്ലൊരു കുടുംബജീവിതമായിരുന്നു, ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബമില്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു, വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അല്ലാതെ അവൻ എന്ന വ്യക്തി, അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല. അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ. കുടുംബം നഷ്ടപ്പെട്ടില്ലേ? ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഈ പറയുമാതിരി ബാലഭാസ്കറിന്റെ അമ്മ പറയുമാതിരി അദ്ദേഹം ഒരു പരാജയമായിരിക്കാം മകൻ ഉള്ള നിലയ്ക്ക്, പക്ഷെ അദ്ദേഹം ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ, ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിൽ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് നല്ല സ്ഥാനമുണ്ട്. ഇതല്ല ഇപ്പൊ മെയിൻ വിഷയം. ഈ പറയുമാതിരി ബാലഭാസ്കറിന്റെ വൈഫിന്റെ ഭാഗത്ത് നിന്ന് വന്നത്, അദ്ദേഹം മരിച്ചു, അദ്ദേഹം പോയി, അതിനുശേഷം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആരോടോ പറഞ്ഞതാണ്, നമ്മളും കേട്ടിട്ടുള്ള കാര്യമല്ല. അപ്പം ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ ചേട്ടനും അനിയനും ഒക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വൈഫ് ഇദ്ദേഹത്തിന്റെ മരണമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. കാര്യം അവരുടെ ഒരു സിറ്റുവേഷൻ അറിയാം. ഈ കാര്യം കാലങ്ങളായിട്ട് സംസാരിക്കുകയാണ്. അവര് ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പറയുമാതിരി അവര് വേറെ കമ്മിറ്റ്മെന്റുകൾ കാണും. അവർക്ക് മുന്നോട്ട് ജീവിക്കണം. ഈ ഒരു മരണവും സംസാരിച്ചുകൊണ്ട് എക്കാലം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ ഒരു വിധവയായെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഇങ്ങനെ അടിമപ്പെട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ഈ അമ്മ സഹിതമുള്ളവര് എല്ലാവരും. ഇവരുടെയൊക്കെ പിന്തിരിപ്പൻ കാഴ്ചപ്പാടിന്റെ ഫലം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര മോശമായിട്ട് ഈ പറയുന്നവര് ഈ അമ്മ സംസാരിക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. കുറെ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ പറയുന്നുണ്ട് ഈ വിവാഹത്തോടെ ഇദ്ദേഹത്തിന്റെ പല ബന്ധങ്ങളും ഇല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്നും നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അവന്റെ ജീവിതത്തിലെല്ലാം ഈ കൂട്ടുകാർ കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട്. തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും. ഈ പറയുന്ന ഈ വിവാഹത്തിന് മുന്നിട്ട് നിന്ന ഇവളെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ജോയി വരെ 8 വർഷം പിണക്കത്തിലായിരുന്നു. ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവന്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത്. ആ ഇഷാൻ ദേവ് ഒരു ഘട്ടത്തിൽ പിണക്കത്തിലായിരുന്നു. ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവന്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല. എന്തു പറഞ്ഞ് പിന്നെയും കൂടി, എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല. അതാണ് പൊതുവെ ഇതൊക്കെ കേട്ട് ഈ സ്ത്രീയെ, അതായത് ബാലഭാസ്കറിന്റെ ഭാര്യയെ ഭയങ്കര മോശമായിട്ടൊക്കെ മരിക്കാൻ കാത്തിരുന്നയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ട് ഓടിക്കഴിഞ്ഞു. ഇനിയും ആ പെൺകുട്ടിക്ക് ഇതിന്റെ ഡ്രോമയെ പറ്റിയൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്ത് സംസ്കാരമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഇവർക്ക് ക്വസ്റ്റ്യനുകൾ വരും. അപ്പൊ ഇതും താങ്ങി പിടിച്ച് ഇവര് എല്ലാ കാലവും നടക്കണമെന്ന് പറയുന്നതിൽ ഒരു ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റൂ? ഭാര്യ ഈ പറയുന്ന ഈ പഴയ സതീ സമ്പ്രദായത്തിലൊക്കെ ജീവിക്കണമെന്നൊക്കെ പറയുന്നത്, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചെറിയ മരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിക്കണമെന്ന് പറയുന്ന അല്പത്തരമാണ്. ഈ അമ്മയായാലും ആ ഒരു കാഴ്ചപ്പാടിന്റെ പഴയ ചിന്താഗതിയുടെ മറപറ്റി പോകുന്ന ആളാണ്.
ഈ സ്ത്രീ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഉടനെ ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ അമ്മ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുപക്ഷെ ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്നങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു അല്ലേ എന്ന് വിചാരിച്ചു. ദൈവം എന്തൊക്കെ ചെയ്യുന്നെന്ന് അറിയാൻ പറ്റില്ല, വിധി എങ്ങോട്ടൊക്കെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങള് ആഗ്രഹിച്ചത് സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു ഇതൊക്കെ ആയി വരുമ്പോൾ അവനെ പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക്. അവന്റെ കലാപ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോൾ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി അവൾക്കൊരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും തോന്നിയില്ല. സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി, ആളെ ഇല്ലാതായി, സംഗീതമില്ലാതായി, കുടുംബത്തിലൊന്നും ഇല്ലാതായി. അവസാനം അവനും ഇല്ലാതായി, സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി. പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു, അവളും ഇപ്പം ഇല്ലാതായി. എല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, വർഷങ്ങളോളം നമുക്ക് മനപ്രയാസം ഉണ്ടാക്കിയ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ അറിയണം. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നത് എന്ന് അറിയണമെന്നുണ്ട്. അമ്മ മാത്രല്ല, അപ്പൊ അവന്റെ ജീവിതത്തിലെല്ലാം ഈ കൂട്ടുകാർ കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അവർക്ക് ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട്. തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും. ഈ പറയുന്ന ഈ വിവാഹത്തിന് മുന്നിട്ട് നിന്ന ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ഈ അമ്മ പറയുന്നുണ്ട് ഈ കണക്ക് ബാലഭാസ്കറിന്റെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ബാലഭാസ്കറിന് ഇതേ കണക്ക് വണ്ടി ഓടിച്ചത് അല്ലെങ്കിൽ ഈ പറയുമാതിരി ഇതേ കണക്കുള്ള മാഫിയകളോട് ബന്ധം ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ്. എന്തർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഒരുപാട് പേരെ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഈ അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട്. അമ്മ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ മഹാനാണെങ്കിൽ കുറെ കേസിലെ പ്രതികൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതേ കണക്ക് ഈ പ്രൈമറി മാഫിയകളുമായിട്ട് ബന്ധമുള്ള ഈ പ്രൈമറി മോഷണ സഹിതം ഉള്ള നല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ വരെ വന്നിരുന്നിട്ട് ഇദ്ദേഹത്തെ ഈ സ്ത്രീ അങ്ങോട്ട് കുറ്റം പറയുകയാണ്. അവർ ചെയ്ത തെറ്റെന്താണ്? ബാലഭാസ്കറിനെ വിവാഹം കഴിച്ചു എന്നുള്ളതോ? അവർ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, ഇറ്റ്സ് ഓക്കെ. ഇവരിപ്പം അല്ലാതെ ഒരാളെ വിവാഹം കഴിച്ചാൽ എന്താണ്? ഇങ്ങനെ ചില രീതികൾ ഉണ്ടാവില്ലേ? അല്ലാതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ എക്കാലവും ബാലഭാസ്കറിന്റെ വിധവയായിട്ട് ആ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കും. ഇതൊന്നൊരു ലോജിക്കായിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാവരും ഈ പറയുന്ന ഒരു പെൺകുട്ടിയെ വലിച്ചു കയറാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ വേണ്ടി കുറെ ചാനലുകളുണ്ട്, ഓൺലൈൻ മീഡിയകൾ. എന്ത് മാധ്യമധർമ്മമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഒന്നുകിൽ നമ്മളെ ഏതെങ്കിലും പേഴ്സണൽ രീതിയിൽ അവർ ഉപദ്രവിച്ചായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സാമൂഹിക ദ്രോഹികളും അല്ലായിരിക്കണം. അവരെ നമ്മളിങ്ങനെ ആക്രമിക്കുന്നതിൽ ഒരു മാന്യതയുണ്ട്. പക്ഷെ ഇത് എന്തിന്റെ പുറത്താണ്? ഈ വീഡിയോയുടെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗോഡ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഗുഡ്വിൻ എന്നാക്കി. എനിക്ക് പ്രൈമറി എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ചാനലിൽ, അത് ഞാൻ റിയാക്ട് ചെയ്ത ആ ചാനലിൽ ഒരു സ്ത്രീ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒരു പേര് പോലും അറിയാതെ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ ഇല്ലയെന്ന് മാത്രം അത് നോക്കിയാൽ മതിയായിരുന്നു. സോ ഇതിന് വേറെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. സോ കിട്ടുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. സോ അപ്പൊ അതിനെപ്പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.